കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ പയ്യന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മാനസിക സംഘർഷം നേരിടുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കലോത്സവ നഗരിയിൽ വിവിധ പദ്ധതികളാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. സ്വാഭാവികമായി പയ്യന്നൂർ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം എങ്ങനെ തീയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. നമുക്കറിയാം, തീ എന്ന് പറയുന്നത് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് എ ബാഡ് മാസ്റ്റർ എന്നാണ്. അപ്പോ നമുക്കൊരു ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമുക്ക് തീയെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ തീ നമ്മളുടെ ദേഹത്ത് അല്ലെങ്കിൽ നമ്മളുടെ മാസ്റ്റർ ആവുമ്പോൾ അത് ഏറ്റവും മോശം രീതിയിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും അത് വലിയ അപകടത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ തീ നിവാരണം അല്ലെങ്കിൽ തീ അണയ്ക്കൽ, അതാണ് തീയിൽ നിന്നുള്ള അല്ലെങ്കിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനമായി നാം പഠിക്കേണ്ടത്. അപ്പൊ തീ ഉണ്ടാവുന്നതും അതോടൊപ്പം തന്നെ തീ എങ്ങനെ ഇല്ലാതാക്കുന്നതും, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് നമുക്ക് തീയെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഗേജ് കാണും. നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗേജ് കണ്ടപ്പോ അവിടെ ഒരു ഗ്രീൻ മാർക്കിലാണ്. ഇത് ഗ്രീനും രണ്ട് സൈഡിലേക്കും റെഡ് മാർക്കും കണ്ടിട്ടുണ്ടാവും. നോക്കിക്കോ, ഗ്രീനും രണ്ട് സൈഡിലേക്കും റെഡ് മാർക്കും ഉണ്ട്. അപ്പൊ ആ നീഡില് ഗ്രീൻ മാർക്കിലാണെങ്കിൽ മാത്രമേ ആ സിലിണ്ടറെ കൊണ്ട് കാര്യമുള്ളൂ. പലപ്പോഴും പല കെട്ടിടങ്ങളിലും തീ സൂക്ഷിച്ച് കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ചപ്പോ അവരെ സംബന്ധിച്ചോളം എക്സ്ക്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ പ്രഷർ പോയിട്ടുണ്ടാവും. ഇതൊരു നിശ്ചിത കംപ്രസ്ഡ് എയറിൽ ഫില്ല് ചെയ്ത് വെച്ച പൗഡറാണ്, ഡ്രൈ കെമിക്കൽ പൗഡറാണ്. ഈ കെമിക്കൽ പൗഡർ പുറത്തേക്ക് വന്നിട്ട് തീ അടക്കാൻ വേണ്ടി പര്യാപ്തമാവുകയാണ്. അങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഇതിലത്തെ പ്രഷർ, നിശ്ചിത പ്രഷർ ഇതിൽ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുൾ ദ പിൻ, എയിം ദ ഫയർ അറ്റ് ദ സ്ക്വീസ് ആണ്. ഇത് പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലിവർ നമ്മൾ പ്രസ് ചെയ്യണം. സ്ക്വീസ്. ദെൻ സ്വീപ്പ് ആണ്. സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ആ തീ എവിടെയാണോ അവിടത്തേക്ക് എയിം ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ആ അവിടെയുള്ള പുകയും മറ്റൊക്കെ നീക്കിക്കൊണ്ട് ആ തീയുടെ ഉറവിടത്തിലേക്ക് എയിം ചെയ്ത് വെച്ചു നിമിഷ നേരങ്ങൾക്ക് തീ അണക്കാൻ വേണ്ടി പറ്റും. അമർത്തി കൊടുക്കുക. അപ്പൊ നോട്ടമാരുടെ മുഖത്തേക്കായിരിക്കും. ആ സ്റ്റേണത്തിൽ അതുപോലെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് നല്ല വേദന ഉണ്ടാവും.